നിങ്ങളുടെ പിള്ളേരെല്ലാം UK എന്നല്ലേ പറഞ്ഞേ? അതെ അതെ അതെ. അവിടെ സൂര്യൻ ഉദിക്കുമ്പോഴേ എണീക്കണേ. 12 മണി. അന്ന് നമ്മൾ അഭിനയിച്ച ആ പടം കാണുമ്പോൾ ഇപ്പോൾ കാണുമ്പോൾ സാറിന് എന്ത് തോന്നുന്നു? നമ്മൾ ആയ കാലത്ത് ഇതൊക്കെ ചെയ്തെല്ലാം തോന്നുന്നു, അല്ലാതെ മോശമായിട്ടൊന്നും. അതെ അതെ. അമ്മ ചാനലിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട മധുസാറിൻ്റെ അടുത്തിരിക്കുന്നു. ഞങ്ങൾക്ക് കുറേ പഴയ കാര്യങ്ങളൊക്കെ ഒരുപാട് സംസാരിക്കാറുണ്ട്, നിങ്ങൾക്ക് ഇവിടെ ഷെയർ ചെയ്യാം. ഞാൻ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്താണ് 65-ലാണ് ചെമ്മീൻ കാണുന്നത്. അതാണ് റിലീസായത്. അപ്പോൾ സ്കൂളിൽ നിന്ന് കൊണ്ടുപോകുമായിരുന്നു. നമുക്കൊരോ നല്ല സിനിമകൾ ഓടയിൽ നിന്നതൊക്കെ കാണാൻ സ്കൂളിൽ നിന്ന് കൊണ്ടുപോകും. അങ്ങനെ സ്കൂളിൽ നിന്ന് കൊണ്ടുപോയി ചെമ്മീൻ കണ്ടു. അവസാനം ഇതുപോലെ കറുത്തമ്മയും പരീക്കുട്ടിയും കൂടെ മരിച്ചു കിടക്കുന്നുണ്ട്. എന്തൊരു കരച്ചിലായിരുന്നു. ഞാൻ സത്യമായിട്ടും ഇവരെന്തൊരു മരിച്ചു അങ്ങനെ. കാരണം അത്ര ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു സിനിമ, പിന്നെ ഏറ്റവും നല്ല ക്യാമറ, എന്തെല്ലാം പാട്ടുകൾ, അതൊക്കെ ഇപ്പോഴും ഇപ്പോൾ റിയാലിറ്റി ഷോയിലൊക്കെ അന്നത്തെ നമ്മൾ അഭിനയിച്ച പഴയ പാട്ടുകൾ തന്നെയാണ് പിള്ളേർ പാടിക്കൊണ്ടിരുന്ന് പ്രൈസ് വാങ്ങിക്കുന്നത്. ഇന്ന് ജീവിച്ചിരിക്കുന്നത് മരിച്ചുപോയ വലിയ കുട്ടിയേ ഉള്ളൂ, മറ്റെല്ലാവരും പോയി. സത്യമാണത് പറഞ്ഞാൽ ശരിയാ. ഷീലാമ്മ ഇടയ്ക്ക് കാണാം, ഇങ്ങനെ ഓരോ ഇൻ്റർവ്യൂവിനും ഇവിടെയൊക്കെ വരുമ്പോൾ കാണും. അങ്ങനെ ഇപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കും, അതൊക്കെ നമ്മുടെ ഒരു കാലഘട്ടത്തിൽ നല്ല 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 സിനിമകൾ. ഞാൻ സത്യം പറഞ്ഞാൽ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്തൊന്നും ഞാൻ സാറിൻ്റെ കൂടെ അഭിനയിക്കുമെന്നോ നസീർ സാറിൻ്റെ കൂടെ അഭിനയിക്കുമെന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടില്ല. ഇതൊക്കെ അങ്ങനെ നടന്നുപോയി. പിന്നെ എൻ്റെ അച്ഛൻ്റെ സഹോദരിയാണ് പഴയ കുമാരി തങ്കം. ആ, PK സത്യപാൽ കല്യാണം. അപ്പം അങ്ങനെ നസീർ സാറിൻ്റെ കൂടെ 2 സിനിമയിലൊക്കെ അഭിനയിച്ചു. അങ്ങനെയാണ് ഞാൻ മദ്രാസിൽ വരുന്നത്. അങ്ങനെയാണ് സാറിൻ്റെ കൂടെയൊക്കെ സിനിമയിൽ അഭിനയിക്കാൻ പറ്റിയത്. പിന്നെ എനിക്കൊരു ദുഃഖമുണ്ട്, സാറ് 14 പടം ഡയറക്റ്റ് ചെയ്തു, ഒരു പടത്തിൽ പോലും എനിക്ക് അഭിനയിക്കാൻ പറ്റില്ല. പിന്നെ ഞാൻ വിചാരിച്ചു അതിനുള്ള ക്യാരക്ടർ ഇല്ലാത്തതുകൊണ്ടായിരിക്കും അല്ലേ? പോയി അങ്ങനെ. അതെ അതെ അതെ. അങ്ങനെ പിന്നെ വേറെ ഉമാ സ്റ്റുഡിയോ അല്ല, ആ ഉമാ സ്റ്റുഡിയോയിൽ ഞാൻ വേറെ പടത്തിൻ്റെ ഷൂട്ടിങ്ങിന് വേണ്ടി വന്നിട്ടുണ്ട്. ഉണ്ട്. ശശി സാറിൻ്റെ ഒരു പടത്തിൻ്റെ ഞാനും ലക്ഷ്മിയൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ ഏതിലൊക്കെ എൻ്റെ കൂടെ അല്ലെങ്കിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, കാണാറുണ്ട്. വേറെ പടങ്ങളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് കൂടെ. ഉണ്ട്. സിന്ധു, വേറെ ഏതൊക്കെ പടങ്ങളുണ്ട്, അതിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ഉദയായിൽ നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്, മറ്റേ ഇതാ ഇവിടെ വരെ. അപ്പം അത് ഞാനിപ്പോഴും ആലോചിക്കുന്നുണ്ട്. സാറിന് ഓർമ്മയുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. അപ്പം ഞാനതിലിങ്ങനെ നമ്മൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പം ഞാൻ എന്നോട് പറഞ്ഞു, ഡയറക്ടർ പറഞ്ഞു, സാറ് ഇങ്ങനെ നോക്കിയിട്ട് എന്നെ വളയ്ക്കുന്ന പോലെ. അപ്പോൾ ഞാൻ കുറച്ച് നേരം ഇങ്ങനെ സാറിൻ്റെ മുഖത്ത് നോക്കും. അപ്പോൾ ഞാൻ താഴോട്ട് നോക്കും. അപ്പം സാറിനോട് പറഞ്ഞു, കുഴപ്പമില്ല, വളച്ചോളൂ ഒരു കുഴപ്പമില്ല. കാരണം വെച്ചാൽ നമ്മൾ ആ ഒരു കാലത്ത് അത്രയും ഒരു ബഹുമാനം അങ്ങനെ കാണുന്ന ഒരു വ്യക്തിയാണ് സാറ്. പിന്നെ കുറച്ച് സിനിമയിലെ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. ആദ്യമൊക്കെ ഞാൻ സാറിനെ കാണുമ്പോൾ എന്താ വിചാരിച്ചതെന്ന് വെച്ചാൽ ഭയങ്കര സീരിയസ് ആയിരിക്കുമോ എന്ന് വിചാരിച്ചു. പിന്നെ നമ്മൾ അങ്ങനെ ഒന്നിച്ചതായപ്പോൾ പിന്നെ നമുക്ക് പിന്നെ അങ്ങനെയല്ല, സീരിയസ് ആയിട്ടൊന്നുമില്ല. പിന്നെ എൻ്റെ ഹസ്ബൻഡുമായിട്ട് നല്ല അടുപ്പമായിരുന്നു. അതെ അതെ അതെ. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ പറയും, മെരിലാൻഡിൽ ഇങ്ങനെ ഒരു സിനിമയിൽ അഭിനയിച്ച കാര്യം സാറുമായിട്ട് ഒന്നിച്ച് എപ്പോഴും പറയും. പിന്നെ ഒരിക്കൽ സാറ് നമ്മുടെ വീട്ടിൽ വന്നിരുന്നപ്പോൾ എൻ്റെ മോനേ ഉള്ളൂ. അപ്പോൾ അവനെന്തോ ഒരു 5 വയസ്സോ 6 വയസ്സോ മറ്റോ ഉള്ളൂ. അപ്പം ഞങ്ങളില്ലായിരുന്നു സ്ഥലത്ത്. അപ്പോൾ സാറ് വന്നിട്ട് പറഞ്ഞേച്ച് പോയെന്ന്, നിൻ്റെ അച്ഛനോട് പറഞ്ഞേക്കണം മധു വന്നിട്ട് പോയെന്ന്. അങ്ങനെ പറഞ്ഞെന്ന്. അപ്പോൾ അവനാകെപ്പാട് സിനിമയിലേക്ക് കണ്ടിട്ട് എന്തോ പറഞ്ഞിട്ട് എന്തോ ചെയ്യണ്ടൊന്നും അറിയാൻ വയ്യ. ഞാനതിൽ പോകുമ്പോഴെല്ലാം കയറുമായിരുന്നു, എപ്പോഴും കയറുമായിരുന്നു, എനിക്കറിയാം. അങ്ങോട്ട് കാലിക്കറ്റിലെങ്ങനെ പോകുമ്പോൾ അതെ 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 ടേണിങ് വരുമ്പോൾ അകത്തോട്ട് കയറി. അതെ അതെ അതെ. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, അതൊരു അഷ്ടപതി എന്തോ ഒരു ഷൂട്ടിങ് അത് വരണം നടക്കുമ്പോഴും വന്നിട്ട് പൊന്നമ്മ ചേച്ചിയൊക്കെ ആയിട്ട് അങ്ങനെ വന്നിട്ടുണ്ട്. അങ്ങനെ ഞാനും ഒരു 10-21 വർഷം സിനിമയിൽ നിന്നൊക്കെ മാറി കല്യാണം കഴിച്ച് സുന്ദരമായ ഒരു ജീവിതം, ആയുർവേദമൊക്കെ ഉണ്ട്. അങ്ങനെ അതെ അങ്ങനെ വന്നു. പിന്നെ ദേഹമൊക്കെ മരിച്ചതിന് ശേഷം പിന്നെ നമ്മൾ തനിയെ ഇരിക്കുമ്പോൾ നമുക്ക് ഓർമ്മകൾ, നല്ല ഓർമ്മകളാണല്ലോ. അപ്പം അങ്ങനെ തിരിച്ച് വീണ്ടും വന്നു. പിന്നെ സാറ് ഞാനുമായിട്ട് ഒരു സീരിയൽ അഭിനയിച്ചു. ഒരു സീരിയൽ അഭിനയിച്ചായിരുന്നു. പിന്നെ ഞാൻ രണ്ടാമത് തിരിച്ച് വന്നിട്ട് പിന്നെ സ്പിരിറ്റ് എന്ന് പറയുന്ന പടത്തിൽ നമ്മൾ അഭിനയിച്ചു, സ്പിരിറ്റിൽ അഭിനയിച്ചു. അപ്പം അങ്ങനെ ഞാൻ ഇപ്പോഴ് എൻ്റെ മക്കളൊക്കെ UK ഒരു 3-3.5 വർഷമായി. ഞാനും ഒരു സർവൻറ്റും മാത്രം.
സാറും അങ്ങനെ തനിയാണ്. പിന്നെ മോളടുത്തുണ്ടല്ലേ? ഇല്ല, ഇവിടെയല്ല. ഇവിടെ എല്ലാവരും ഉണ്ട്. എല്ലാവരും ഉണ്ട്. അപ്പോൾ സാറ് ഇവിടെ ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഇവിടെ ഇപ്പോൾ എനിക്ക് ഞങ്ങൾക്കെല്ലാം കൂടെ താമസിക്കാനൊക്കെ അത്രയധികം വിസിറ്റേഴ്സ് ഇങ്ങനെ വന്നുകൊണ്ട് ഇതുപോലെ തന്നെ. അതെ ഇരിക്കുന്നു. അപ്പോൾ സമയമൊക്കെ എങ്ങനെയാണ്? സമയം അതിൻ്റെ പാട്ടിന് പോലും നമ്മളെ ഇതുപോലെ കാര്യമുണ്ട്. നമ്മുടെ ഒരു ചെലവില്ല, ചുമ്മാ പോണ ഒരു സംഗതി, അത് മാത്രമല്ല സമയം. ഇപ്പോൾ എനിക്ക് കൊണ്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് സമയം പോകുന്നില്ല എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ അങ്ങനെയല്ല, ഈ സമയം ഒന്ന് പോയി കിട്ടിയെങ്കിൽ എന്നുള്ള ഇതാണ്. ആണോ? അതൊന്നും ഫ്രീ ആവാൻ ശരി. ആരെങ്കിലും ഒക്കെ ദിവസവും രാത്രി ആയിട്ടല്ലാതെ എനിക്ക് എന്താ പറയാ, ഈ പറഞ്ഞില്ലേ 10 മണി ഇത്ര ആയിട്ടും ഇന്നത്തെ പത്രം നോക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ അത് രാവിലെ കുറേ കുഴപ്പം. ഞാൻ എണീക്കുമ്പോൾ നിങ്ങളുടെ പിള്ളേരെല്ലാം UK എന്നല്ലേ പറഞ്ഞേ? അവിടെ സൂര്യൻ ഉദിക്കുമ്പോഴേ എണീക്കണേ. 12 മണി കിടക്കണതും അതെ 3:30-4 മണിയാവും. അപ്പോൾ അതുവരെ എന്തെങ്കിലും സിനിമ? അപ്പം ഞാൻ ഫ്രീ ആവണത് ഒരു 11 മണിക്ക് ശേഷമേ ആവുള്ളൂ. അതിനുശേഷം വായിക്കാൻ വല്ലതും ഉണ്ടെങ്കിൽ ഒരു പടവും കാണും. ഇതെല്ലാം കഴിഞ്ഞിട്ട് പോയി കിടക്കുമ്പോൾ 3-3:30 ചിലപ്പോൾ 4 ആയി പോകും. അല്ല, ഇപ്പോൾ വേഗം എഴുന്നേറ്റിട്ട് വേറെ ആവശ്യമൊന്നും ഇല്ലല്ലോ. ഇല്ല. പിന്നെ റെസ്റ്റ് എടുക്കുക. ഇപ്പോൾ ശരിക്കും റെസ്റ്റ് എടുക്കുന്നു സാറ്. ഒരുപാട് ബിസി ആയിട്ട് കുറേ സിനിമകൾ അഭിനയിച്ചതിന് ശേഷം റെസ്റ്റ് എടുക്കുന്നു, പുസ്തകങ്ങൾ വായിക്കുന്നു അല്ലേ? പുസ്തകങ്ങൾ പതിയെ വായിക്കുന്നില്ല. കാരണം കുറേ വായിക്കുമ്പോൾ ഒരുമാതിരി ചിലർക്ക് പോലെ വരും. 10-15 പേര് വായിക്കാം. അത് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് കഴിഞ്ഞാൽ വായിക്കാം. അതുകൊണ്ട് പിന്നെ വായന നിർത്തി എന്ന് വേണമെങ്കിൽ പറയാം. സാർ അഭിനയിച്ച പഴയ പടങ്ങളൊക്കെ കാണുമോ? ചിലപ്പോൾ കാണാറുണ്ട്, ചിലത് കാണാറുണ്ട്. പഴയ പടങ്ങൾ പലതും ഞാൻ കാണാത്തതുണ്ട്. കാരണം നമ്മൾ ഷൂട്ടിങ്ങൊക്കെ മദ്രാസിലും പടം റിലീസ് ചെയ്യുന്ന കേരളത്തിലല്ലേ. അന്ന് ഈ ഡബ്ബിങ്ങിന് വരുന്ന പോർഷൻ അല്ലാതെ ഈ പടം കണ്ടിട്ടില്ല. അത് ശരിയാ. ഇപ്പോഴാണ് ഇതെല്ലാം കാണുന്നത്. ഞാൻ ചോദിക്കട്ടെ, അപ്പം അന്ന് നമ്മൾ അഭിനയിച്ച ആ പടം കാണുമ്പോൾ ഇപ്പോൾ കാണുമ്പോൾ സാറിന് എന്ത് തോന്നുന്നു? നമ്മൾ ആയ കാലത്ത് ഇതൊക്കെ ചെയ്തെല്ലാം തോന്നും, അല്ലാതെ മോശമായിട്ടൊന്നും. അങ്ങനെ നമ്മൾ കുറേ കാര്യങ്ങൾ പറഞ്ഞു, നമ്മുടെ സിനിമയെ പറ്റിയും എല്ലാം നമ്മൾ സംസാരിച്ചു. ഇതിവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. നമ്മളിനി വീണ്ടും വരും. ഇതിങ്ങനെ തുടർന്നുണ്ട്. സന്തോഷം. നമസ്കാരം.